ഹലോ, വെൽക്കം ടു ലിറ്ററേച്ചർ ഇൻസൈറ്റ്. ഈ ഒരു വീഡിയോയിൽ നമ്മള് ബോസിൻ ഹമീദിന്റെ ദ റിലക്റ്റന്റ് ഫണ്ടമെന്റലിസ്റ്റ് എന്ന് പറയുന്ന നോവലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു നോവലിന്റെ സമ്മറിയും അതുപോലെ തന്നെ അതിൽ വരുന്ന മേജർ ക്യാരക്ടേഴ്സ് ആരൊക്കെയാന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി 2007 ഈ ഒരു നോവൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു നോവലിന്റെ ലിറ്റററി പീരീഡ് എന്ന് പറയുന്നത് പോസ്റ്റ് മോഡേൺ പീരീഡ് ആണ്. ദെൻ ഇതിന്റെ ജോണർ എന്ന് പറയുന്നത് ബിൽഡിംഗ്സ് റോമൻ ആണ്. എന്താണ് ബിൽഡിംഗ്സ് റോമൻ? ബിൽഡിംഗ്സ് റോമൻ എന്ന് പറയുന്നത് ഈ ഒരു നോവലിലുള്ള പ്രൊട്ടഗോണിസ്റ്റിന്റെ ചൈൽഡ്ഹുഡ് മുതൽ അഡൽട്ട്ഹുഡ് വരെയുള്ള ആ ഒരു വ്യക്തിയുടെ സൈക്കോളജിക്കൽ ആൻഡ് മോറൽ ഗ്രോത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള നോവല്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രൊട്ടഗോണിസ്റ്റ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്, എക്സ്പീരിയൻസ് ആൻഡ് ആ ഒരു ഈ പറയുന്ന ചാലഞ്ചസും എക്സ്പീരിയൻസും ഒക്കെ എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള നോവലാണ് ബിൽഡിംഗ്സ് റോമൻ എന്ന് പറയുന്നത്. ഇനി ഈ നോവലിന്റെ ഒരു സെറ്റിംഗ് വരുന്നത് ലാഹോർ ആൻഡ് ന്യൂയോർക്ക് സിറ്റിയിലാണ്. ദെൻ ഇതൊരു ഫസ്റ്റ് പേഴ്സൺ മോണോലോഗിലാണ് ഈ ഒരു നോവല് പറഞ്ഞു പോകുന്നത്. സോ ഇനി സമ്മറിയിലോട്ട് കടക്കുന്നേക്ക് മുന്നേ ഈ ഒരു നോവലിൽ വരുന്ന മേജർ ക്യാരക്ടേഴ്സ് ആരൊക്കെയാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ചേംഗേഴ്സ് ആണ് നമ്മുടെ നോവലിലെ പ്രൊട്ടഗോണിസ്റ്റ്. അവനൊരു പാകിസ്ഥാനിയാണ്. ആൻഡ് ഈ ഒരു നോവലില് ഒരു സ്ട്രേഞ്ചറിനോട് അവന്റെ ഒരു ഹോൾ സ്റ്റോറി, അവന്റെ ലൈഫിൽ അതുവരെ സംഭവിച്ചിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റോറി ഒരു സ്ട്രേഞ്ചറിന്റെ അടുത്തവൻ നെറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു നറേഷൻ ആണ് ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു നമുക്ക് ഈ ഒരു നോവലിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തൊരു ക്യാരക്ടറാണ് സ്ട്രേഞ്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ചേഞ്ചസ് അവന്റെ സ്റ്റോറി പറയുന്ന അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി കേൾക്കുന്ന ആ ഒരു സൈലന്റ് ക്യാരക്ടറാണ് നമ്മുടെ സ്ട്രേഞ്ചർ. അടുത്തൊരു ക്യാരക്ടറാണ് എരിക്ക നമ്മുടെ ചേഞ്ചസിന്റെ ഗേൾഫ്രണ്ട് ആണ്. ദെൻ അടുത്തൊരു ക്യാരക്ടറാണ് ജിം. ഈ ജിം എന്ന് പറയുന്നത് നമ്മുടെ ചേഞ്ചസ് വർക്ക് ചെയ്യുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ് അണ്ടർവുഡ് സാംസൺ എന്ന് പറയുന്നത്. അടുത്തൊരു ക്യാരക്ടറാണ് ജിം. ഈ ജിം എന്ന് പറയുന്നത് നമ്മുടെ ചേഞ്ചസ് വർക്ക് ചെയ്യുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ് അണ്ടർവുഡ് സാംസൺ എന്ന് പറയുന്നത്. ആ ഒരു കമ്പനിയുടെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആണ് ജിം. അതേപോലെ തന്നെ നമ്മുടെ ചേഞ്ചസിന്റെ ഒരു മെന്റർ കൂടിയാണ്. അടുത്തൊരു ക്യാരക്ടറാണ് വെയിൻ റൈറ്റ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു അണ്ടർവുഡ് സാംസൺ ആ ഒരു കമ്പനിയിലുള്ള നമ്മുടെ ചേഞ്ചസിന്റെ ആകെയുള്ള ഒരു ഫ്രണ്ടാണ് വെയിൻ റൈറ്റ്. ദെൻ അടുത്തൊരു ക്യാരക്ടറാണ് ജോൺ ബോട്ടിസ്റ്റ. ഈ ജോൺ ബോട്ടിസ്റ്റ ഒരു പബ്ലിഷിംഗ് കമ്പനിയുടെ ഒരു സിഇഒ ആണ്. അതുകൂടാതെ നമ്മുടെ ചേഞ്ചസ് ഒരു പാകിസ്ഥാനിയാണല്ലോ. അപ്പൊ ഇപ്പൊ അവനൊരു അമേരിക്കൻ കമ്പനിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തില് അമേരിക്കൻ ആ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടി ഇവൻ വർക്ക് ചെയ്യുന്നത് നിർത്തണം എന്ന് ഇവന് പറഞ്ഞു ഉപദേശിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ജോൺ ബോട്ടിസ്റ്റ. ഓക്കെ, സോ ദിസ് ആർ ദ മേജർ ക്യാരക്ടേഴ്സ്. മൂവിംഗ് ഓൺ ടു ദ സമ്മറി. ഇപ്പൊ നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള ചേഞ്ചസ് പാകിസ്ഥാനിലെ ലാഹോറിൽ വെച്ചിട്ട് ഒരു സ്ട്രേഞ്ചറിനെ മീറ്റ് ചെയ്യണം. അപ്പൊ ആ ഒരു സ്ട്രേഞ്ചറിനെ കാണുമ്പോൾ പോയിട്ട് അയാളടുത്ത് പോയിട്ട് എന്തെങ്കിലും ഹെൽപ്പും കാര്യങ്ങളൊക്കെ വേണോന്നുള്ളത് ഓഫർ ചെയ്യാണ്. അപ്പോ ഈ ഒരു സ്ട്രേഞ്ചറിനെ കാണുമ്പോൾ നമ്മുടെ ചേഞ്ചസിന് അയാളൊരു അമേരിക്കക്കാരനെ പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ ഒരു സ്ട്രേഞ്ചറിനെ തൊട്ടടുത്തുള്ള ഒരു കഫേയിലോട്ട് ടീ ആൻഡ് ഡിന്നർ കഴിക്കാനായിട്ട് കൊണ്ടുപോകണം. അതിന് അവിടെ ചെന്നതിന് ശേഷം ഒരുപാട് സമയം ടൈം സ്പെൻഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ചേഞ്ചസ് എന്ത് ചെയ്യാണ്, അവന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകൾ, അതായത് അവൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഉണ്ടായിരുന്ന സമയത്ത് അവന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസുകൾ ഈ ഒരു സ്ട്രേഞ്ചറിന്റെ അടുത്ത് അവൻ ഷെയർ ചെയ്യാണ്. ഇനി ചേഞ്ചസിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയാം. ചേഞ്ചസ് ഒരു റെസ്പെക്റ്റഡ് ആയിട്ടുള്ള അതേസമയം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാകിസ്ഥാനി ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് അവൻ അവന്റെ ഗ്രാജുവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ അത്യാവശ്യം നല്ല അക്കാഡമിക്സും കാര്യങ്ങളൊക്കെ അവൻ നല്ല രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവന്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ജോലികളും കാര്യങ്ങളൊക്കെ ചേഞ്ചസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ്, അതായത് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് അവൻ റിയലൈസ് ചെയ്യുന്നത് ഈ ഒരു പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി ഒരു പ്രോ അമേരിക്കൻ മൈൻഡ് സെറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഇവൻ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, ദെൻ അതിനുശേഷം ചേഞ്ചസ് അവിടെ ന്യൂയോർക്കിലുള്ള ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അണ്ടർവുഡ് സാംസൺ എന്ന് പറയുന്നത്. അവിടെ ജോലിക്ക് കയറുകയാണ്, അവിടെ ജോലി കിട്ടുകയാണ് അവന്. അവിടെ ജിം എന്ന് പറയുന്ന അവിടുത്തെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമായിട്ട് ഇവൻ നന്നായിട്ട് പെട്ടെന്ന് കണക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോ ഈ ജിമ്മിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ ചേഞ്ചസിനെ പോലെ തന്നെ ആ ഒരു കൈൻഡ് ഓഫ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് ജിം. അപ്പൊ അവന്റെ ആ ഒരു സിമിലർ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ സിമിലർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർക്ക് രണ്ടുപേർക്കും അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ജിം എന്ത് ചെയ്യുന്നുണ്ട്, അവന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള അത്തരത്തിലുള്ള പല എക്സ്പീരിയൻസുകൾ നമ്മുടെ ചേഞ്ചസുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്.
പിന്നെ ഇതിന്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നേക്കാൾ മുന്നേ ചേങ്കസ് ഗ്രീസിലോട്ട് ഒരു ട്രിപ്പ് പോവാണ്. ഓക്കെ, അവന്റെ ആ ഒരു പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന അവന്റെ പഴയ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണ് അവൻ ആ ഒരു ട്രിപ്പ് പോകുന്നത്. അവിടെ വെച്ചിട്ട് എറിക്ക എന്ന് പറയുന്ന വളരെ ചാമിങ് ആയിട്ടുള്ള, ഇതേപോലെ തന്നെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് അവൻ മീറ്റ് ചെയ്യാണ്. ആൻഡ് ആ ഒരു കുട്ടിയുമായിട്ട് ഇവൻ ഇഷ്ടത്തിലാവുന്നുണ്ട്. ഇനി അടുത്തത് ഇവന്റെ കരിയറും റിലേഷൻഷിപ്പിനും ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണ്, ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നോവൽ പോകുന്നത്. അങ്ങനെ ആ ഒരു ന്യൂയോർക്കിലുള്ള അണ്ടർവുഡ് സാംസൺ കമ്പനിയിൽ ഇവൻ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അവിടെ വെയിൻറൈറ്റ് എന്ന് പറയുന്ന കൊലീഗുമായിട്ട് ഇവൻ നല്ല കൂട്ടാവാണ്, അവർ നല്ല ഫ്രണ്ട്സ് ആവാണ്. അത് കൂടാതെ ആ ഒരു കമ്പനിയിലുള്ള വേറെയും കുറെ കൊലീഗ്സുമായിട്ട് ഇവൻ നല്ല രീതിയിൽ കൂട്ടാവുന്നുണ്ട്, അവർ നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതേ സമയം തന്നെ എറിക്കയുമായിട്ട് ഇവൻ ടൈം സ്പെൻഡ് ചെയ്യുന്നു. ആൻഡ് എറിക്ക അവളുടെ കുറെ സോഷ്യൽ ഇവന്റ്സിലോട്ട് ഇവനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണ് ചേങ്കസ് നമ്മുടെ എറിക്ക ഭയങ്കര ലോൺലി ആയിട്ട് ഇരിക്കുന്നത് ഇവൻ ഒബ്സർവ് ചെയ്യണം. ഇവൾ എപ്പോഴും ഇങ്ങനെ ഒരു മൂകായിട്ടിരിക്കുക, അല്ലെങ്കിൽ ഇവൻ അവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഒപ്പം ഉണ്ടെങ്കിൽ പോലും ഇവള് ഭയങ്കര ലോൺലി ആയിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് അവന് തോന്നുകയാണ്. അപ്പൊ പിന്നീടാണ് അവൻ മനസ്സിലാക്കുന്നത് എറിക്കയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ക്രിസ് എന്നാണ് ആ പയ്യന്റെ പേര്. ആ പയ്യൻ കഴിഞ്ഞ കൊല്ലം പ്രീവിയസ് ഇയറിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇവൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. ഇനി അതിനുശേഷം ഇവൻ മാനിലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടിവിയിൽ 9/11 അറ്റാക്കിനെ കുറിച്ചുള്ള ന്യൂസ് ഇവൻ കാണുകയാണ്. അപ്പൊ ഈ ഒരു 9/11 അറ്റാക്കിന്റെ ഒരു ന്യൂസ് ഇവൻ കാണുന്ന സമയത്ത് ഇവനൊരു സെൻസ് ഓഫ് ഒരു സാറ്റിസ്ഫാക്ഷൻ അവൻ ഉണ്ടാവുകയാണ്. ദാറ്റ് ഈസ് അമേരിക്കയുടെ ഒരു പവർ അവിടെ ചാലഞ്ച്ഡ് ആവുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അമേരിക്ക ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു തകർന്നടിയുന്നത് കാണുമ്പോൾ ഇവൻ എന്തോ ഒരു കൈൻഡ് ഓഫ് ഒരു സാറ്റിസ്ഫാക്ഷൻ അത് കാണുമ്പോൾ ഉണ്ടാവുകയാണ്. അപ്പോ എന്താണ് ഇവിടെ 9/11 അറ്റാക്ക്? 9/11 അറ്റാക്ക് എന്ന് പറയുന്നത് 2001 സെപ്റ്റംബർ 11 ഉണ്ടായിട്ടുള്ള സീരീസ് ഓഫ് ടെററിസ്റ്റ് അറ്റാക്ക് ആണ് ഇവിടെ 9/11 അറ്റാക്ക് എന്ന് പറയുന്നത്. ഇനി ഇസ്ലാമിക് ടെററിസ്റ്റ് ഗ്രൂപ്പ് ആയിട്ടുള്ള അൽ-ഖ്വയ്ദയാണ് ഈ ഒരു അറ്റാക്ക് നടത്തിയിട്ടുള്ളത്. അപ്പോൾ വേൾഡ് ട്രേഡ് സെന്റർ, ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്ററിലോട്ട് ഈ പ്ലെയിൻ ഇടിച്ചു കയറ്റിയിട്ടുള്ള ഒരു സംഭവം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു അറ്റാക്കാണ് അവിടെ 9/11 അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ന്യൂസ് ടിവിയിൽ കാണുമ്പോഴാണ് നമ്മുടെ ചേഞ്ചസിന് ആ ഒരു കൈൻഡ് ഓഫ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു ഇഷ്യൂവിന് ശേഷം പിന്നീട് നമ്മുടെ ചേഞ്ചസ് ന്യൂയോർക്കിലോട്ട് വരികയാണ്. അപ്പോൾ എയർപോർട്ടിൽ വെച്ചിട്ട് ഇവനെ തടയുന്നുണ്ട്. കാരണം ഇവനൊരു മുസ്ലിം ആണ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അറ്റാക്കിന് ശേഷം പിന്നീട് ഈ ഒരു അമേരിക്കയിൽ കാണുന്ന എല്ലാ മുസ്ലിംസിനെയും ടെററിസ്റ്റ് ആണോ എന്നുള്ളൊരു കണ്ണിലൂടെയാണ് എല്ലാവരും നോക്കി കണ്ടിരുന്നത്. ആ ഒരു ഇസ്ലാമോഫോബിയ എന്നുള്ള പറയുന്ന ഒരു സംഭവം അവിടെ വളരെ വലിയ രീതിയിൽ അവിടെ നിലനിന്നിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ആ ഒരു ന്യൂയോർക്ക് സിറ്റിയിലും അവൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലൊക്കെ ആ ഒരു റേസിസവും ആ ഒരു ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊക്കെ അവന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു 9/11 ശേഷം അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള എറിക്കയും ട്രോമറ്റൈസ്ഡ് ആവുന്നുണ്ട്. കാരണം അവളുടെ കുറെ നൊസ്റ്റാൾജിക് ഓർമ്മകളിലോട്ട് അവള് പോകുന്നു. ക്രിസ്, അവളുടെ മരിച്ചു പോയിട്ടുള്ള ആ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ ക്രിസ്, അവന്റെ കുറെ ഓർമ്മകൾ അവള് വീണ്ടും ഓർത്തെടുക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവള് വീണ്ടും ഡിപ്രഷനിലോട്ട് പോവുകയാണ്. ദെൻ ഈ ചേങ്കസ് ഇതേ സമയം എറിക്കയുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോ ഇവൻ എന്ത് ചെയ്യാണ്, ചേങ്കസ് ക്രിസ് ആയിട്ട് പ്രിറ്റൻഡ് ചെയ്തുകൊണ്ടാണ് ഇവളുമായിട്ട് കൂടുതൽ അടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ അത് ഇവരെ തമ്മിൽ കൂടുതൽ അടുപ്പിക്കുന്നതിന് പകരം കൂടുതൽ അകലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ ഒരു 9/11 അറ്റാക്കിന് ശേഷം ചേങ്കസിന് ആ ഒരു യുഎസില് ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യാണ്. ആസ് എ ഫോറിനർ എന്ന രീതിയിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അവന് ഫീൽ ചെയ്യണം. അപ്പോ അതിനുശേഷം അവൻ എന്ത് ചെയ്യാണ്, അവന്റെ ഹോം ടൗൺ ആയിട്ടുള്ള പാകിസ്ഥാനിലോട്ട് അവൻ പോവുകയാണ് അവന്റെ ഫാമിലിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവൻ അവിടെ ചെല്ലുമ്പോൾ യുഎസ് ഇങ്ങനെ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യുന്ന ന്യൂസും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അവൻ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ദെൻ അങ്ങനെ വീണ്ടും അവൻ വർക്കിന് വേണ്ടിയിട്ട് ഇവൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തിയെ അവൻ മീറ്റ് ചെയ്യുന്നുണ്ട്. ആരാ എന്താണെന്ന് ഇവിടെ പറയുന്നില്ല. അപ്പോ ആ ഒരു വ്യക്തി ഇവനൊരു ഹിസ്റ്റോറിക്കൽ ഫിഗറുമായിട്ട് കമ്പയർ ചെയ്യാണ്. ജാനിസറി എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അവിടെ ജാനിസറി എന്ന് പറയുന്ന ഈ ഒരു ഫിഗർ ഉണ്ടല്ലോ, അയാളുടെ തന്നെ ആ ഒരു കൾച്ചറിനെ എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ജാനിസറി. അപ്പൊ ആ ഒരു ജാനിസറിയുമായിട്ട് ചേങ്കസിനെ ഈ ഒരു വ്യക്തി കമ്പയർ ചെയ്യണം. ദാറ്റ് ഇസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അമേരിക്കൻ കമ്പനിക്ക് വേണ്ടിയിട്ടാണല്ലോ ചേങ്കസ് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അമേരിക്ക എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ ഈ പറയുന്ന മുസ്ലിംസിനൊക്കെ എഗെയിൻസ്റ്റ് ആണ്. അപ്പോ അത്തരത്തില് ഇവൻ അമേരിക്കൻ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവന്റെ തന്നെ ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഇവന്റെ തന്നെ ഒരു കൾച്ചറിനെയാണ് ഇവൻ ഹാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ,
ദെൻ അതിനുശേഷം ഇവൻ ന്യൂയോർക്കിലോട്ട് തിരിച്ചു വരുന്നു. അവിടെ എന്ത് ചെയ്യാണ്, ഇവനെ ഫയർ ചെയ്യാണ്, ഇവൻ ആ ഒരു ജോലിയിൽ നിന്നും പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ തിരിച്ച് ചേങ്കസ് വീണ്ടും പാകിസ്ഥാനിലോട്ട് വരികയാണ്. അങ്ങനെ പാകിസ്ഥാനിലോട്ട് എത്തിയിട്ട് അവിടെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇവൻ പഠിപ്പിക്കുകയാണ്. ആൻഡ് അതുപോലെ ആന്റി അമേരിക്കൻ പ്രൊട്ടസ്റ്റുകളൊക്കെ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് വയലൻസിനെ പ്രൊമോട്ട് ചെയ്യാതെ ആന്റി അമേരിക്കൻ പ്രൊട്ടസ്റ്റുകളൊക്കെ സപ്പോർട്ട് ചെയ്യുകയും അവിടെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ ചേങ്കസ് അവന്റെ ഒരു സ്റ്റോറി ഫിനിഷ് ചെയ്യാണ്. അപ്പൊ അതിങ്ങനെ ഫിനിഷ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ സ്ട്രേഞ്ചർ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നത് നോട്ടീസ് ചെയ്യാണ്. അപ്പൊ അതിനുശേഷം ചേങ്കസ് നമ്മുടെ സ്ട്രേഞ്ചർ ഇട്ടിരിക്കുന്ന ആ ഒരു ജാക്കറ്റിലോട്ട് ഇങ്ങനെ പോയിന്റ് ചെയ്ത് നോക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രേഞ്ചർ അയാളുടെ ആ ഒരു ജാക്കറ്റില് ഗണ്ണ് ക്യാരി ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഇവനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ജാക്കറ്റിലോട്ട് ഇവൻ ഇങ്ങനെ പോയിന്റ് ചെയ്ത് നോക്കുകയാണ്. പക്ഷെ എങ്കിൽ കൂടിയും ഇവൻ ഉറപ്പ് വരുത്തുന്നുണ്ട് ഇല്ല, ഒരു സ്ട്രേഞ്ചർ ഒരു ഡേഞ്ചർ അല്ല, അപകടകാരിയല്ല എന്നുള്ളത് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഉറപ്പുവരുത്തുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സ്ട്രേഞ്ചർ പുറത്തോട്ട് പോവുകയാണ്. അങ്ങനെ ആ ഒരു ഹോട്ടലിന്റെ പുറത്ത് അതിന്റെ ഔട്ട്സൈഡിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു സ്ട്രേഞ്ചർ ആളുടെ ജാക്കറ്റിലോട്ട് കൈയിടുകയാണ്. ആ ഒരു സമയത്ത് നമ്മൾ കാണുന്നത് ഒരു കൂട്ടം ആളുകൾ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഈ ഒരു സ്ട്രേഞ്ചറിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ്. ഓക്കെ, അതോട് കൂടിയിട്ടാണ് ഈ ഒരു നോവല് എൻഡ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ദ നോവൽ. ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യും. പോയിന്റ്സിന്റെയും നോവൽസിന്റെ ഒക്കെ സമ്മറിയും അനാലിസിസും കൂടിയിട്ടുള്ള വീഡിയോസ്, ഒപ്പം തന്നെ നോട്ട്സും പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫോർത്ത് മാത്രമല്ല എല്ലാ സെമ്മിന്റെയും വീഡിയോസ് നമ്മൾ ഇനിയും വരും ദിവസങ്ങളിൽ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിടുക കേട്ടോ.